നന്നായിട്ട് നടക്കൂ? നല്ലപോലെ നടക്കും. നല്ലൊരു കയറ്റമായത്. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ചിലപ്പോൾ എന്നെ വാസുവണ്ണ എന്ന് വിളിക്കാറുണ്ട്. അതെന്താ ഇതുപോലെ ഒരു കപ്പിൾസിന് ഞങ്ങളുടെ കരിയറിൽ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ചോറ് കഴിച്ചാൽ കുഴപ്പമോ, ഈ പൊടിയരി കഞ്ഞി കഴിച്ചാൽ കുഴപ്പമോ, ഉരുളക്കിഴങ്ങ് അത് കഴിക്കാൻ പാടില്ല. ഇവിടെ എല്ലാം കഴിക്കാം. അപ്പം, ഇടിയപ്പം, പുട്ട്, ദോശ, ഇഡ്ഡലി. ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ്, കുത്തിരി ചോറ് തന്നെയാണ് കൊടുക്കുന്നത്. വൈകുന്നേരം ആണെങ്കിൽ പൊടിയരി കഞ്ഞി, എൻ്റെ കൂടെ ചമ്മന്തി. അങ്ങനെ വയറ് നിറച്ച് നല്ല ഭക്ഷണം കൊടുത്തിട്ട് തന്നെയാണ്. ഉപ്പിട്ട നാരങ്ങളും കുടിക്കുക, ഉപ്പിട്ട നാരങ്ങളും കൈക്കരുതുക. ഇതൊക്കെ ഇവിടെ വന്ന് ഇപ്പോൾ ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പിട്ട മിണ്ടരുതെന്ന് പറഞ്ഞു. ഉപ്പിട്ട നാരങ്ങളത്തിനെ പറ്റി ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ട് നമ്മൾ അല്ലെങ്കിൽ വിട്ടെങ്കിലേ പറ്റുന്നുള്ളൂ. അത് മാത്രമൊന്നുമല്ല, എല്ലാ കാര്യത്തിലും ഒരു വെറുതെ ഓരോന്ന് പറഞ്ഞു. പേഷ്യൻസിന്റെ കാലിൽ തരിപ്പ്, മരവിപ്പ്, പുകച്ചില്, തൊട്ട അറിയത്തില്ലാതെ വരിക, ചെരിപ്പൂരി പോവുക, കാലെ മുറിവ് വന്നാൽ ഉണങ്ങാതെ വരിക, ഇതൊക്കെയാണ് പെരിഫറൽ ന്യൂറോപ്പതി. ഹാർട്ടിലേക്ക് ഓട്ടോണോമിക് ന്യൂറോപ്പതി ബാധിച്ചിട്ടുണ്ടോ, ഇവർക്ക് ഭാവി സൈലന്റ് അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ, മുൻകൂട്ടി അറിയാൻ പറ്റും. എല്ലാം മുൻകൂട്ടി. ഇപ്പൊ എക്സ്റേ, നമ്മൾ ECG-ലോ എക്കോയിലോ ഒന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമില്ല, നമ്മുടെ തോളിൽ ഇങ്ങനെ തട്ടാൻ ഒരാളുണ്ടെങ്കിലേ നമുക്കതൊരു ധൈര്യമാണ്. സന്തോഷം, നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ ഈരാറ്റുപേട്ടയാണ്. ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ട് ഏതാണ്ട് 1 കോടിയാവുന്നു. ഏകദേശം ഇവിടെ വന്ന ആൾക്കാർക്ക് 10,000-കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂറോപ്പതിക്കും ഷുഗറിനും. ഇതിനപ്പുറം ഒരു ഹോസ്പിറ്റൽ, വർഷങ്ങളുടെ പാരമ്പര്യം, 200 വർഷത്തെ പാരമ്പര്യം. അതേ നോക്കിയോ, ആ വീട് തന്നെ കണ്ടാൽ അറിയാം. മാത്രമല്ല പാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞറിയിക്കണം, ഇവിടുത്തെ ഓരോ ആൾക്കാരും പറയും. നമ്മൾ ഇന്ന് ഇവിടെ വന്നതിനൊരു വലിയ പ്രത്യേകത തന്നെ ഉണ്ട്. ഡോക്ടറെ, നമ്മളൊരു ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരെ തന്നിട്ടുണ്ട്. എന്തായി അവരുടെ കാര്യങ്ങള്? നമുക്ക് നേരിട്ട് കാണാം. ഒന്ന് കാണാമല്ലോ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള 2 പേരുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. പ്രത്യേകിച്ച് പേരൊന്നും പറയേണ്ട ഒരാവശ്യമില്ല, എല്ലാവർക്കും അറിയാണ്. അപ്പം എന്തായിട്ടാണ് ഇവിടെ വന്നത്? ഇവിടെ സാധാരണ ഇവിടെ എല്ലാവരും വരുന്ന പോലെ തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ സന്തോഷത്തിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം സന്തോഷമാണ് ഈ കൃഷി ഹോസ്പിറ്റലിനെ പറ്റി നമ്മുടെ അടുത്ത് പറയുന്നതും. ഈ പിന്നെ റിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആർട്ടിസ്റ്റ് റിയാസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോഷാക്ക് നടക്കുന്ന സമയത്ത് ബിന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അടുത്തത് പറഞ്ഞപ്പോൾ ഈ ഒരുപാട്, ഞാൻ സന്തോഷത്തിൽ പറഞ്ഞില്ല, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഈ അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവാതിരിക്കുന്ന സമയത്ത് നമുക്കൊരു മടുപ്പുണ്ടാവുക എന്ന് പറയില്ല നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇരുന്നപ്പോഴാണ് സന്തോഷം എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത്. അപ്പം ആ പറഞ്ഞ ഒരു രീതി വെച്ച് നോക്കിയപ്പോൾ അതിനകത്ത് എന്തോ ഒരു സത്യാവസ്ഥ ഉണ്ടെന്ന് മനസ്സിലായി. കാരണം നിങ്ങളുടെ ഈ നിങ്ങളുടെ ചെയ്യുന്ന പ്രോഗ്രാം എല്ലാം കാണുമ്പോഴേ അതിനകത്തൊക്കെ വളരെ സത്യസന്ധമായ രീതിയിലാണ് നിങ്ങൾ ഓരോന്ന് പറയുന്നത്. അതത്ര സുഖമല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയില്ല. അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് അത് ചെയ്യുമെന്നാണ് സന്തോഷം പറയാറ്. അപ്പോൾ എന്നാന്ന് വന്നു കളയാം എന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടർ ജോണിനെ അന്ന് കാണുന്നത്. കുറച്ചൊക്കെ കുഴപ്പങ്ങളാണ് മൊത്തത്തിൽ. ഇപ്പോൾ ഈ കണ്ടീഷന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹോപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്നൂടെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു സത്യസന്ധത തോന്നി. അങ്ങനെയാണ് വന്നത്. ഇപ്പം കണ്ടില്ലേ, അറിയാമല്ലോ, നേരത്തെ 2 പേര് പിടിച്ചാലേ നിൽക്കാൻ പറ്റുള്ളായിരുന്നു. ഇനി അത് പ്രത്യേകിച്ച് ആരോടും പറയണ്ട, എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമായിരുന്നു. ഇപ്പം തനിയെ നടക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ? സന്തോഷം, ഞാനൊരു 6 വർഷത്തിന് മേലിൽ ആയി നമുക്കിത് തുടങ്ങിയിട്ടല്ലേ ബിന്ദു? ഒരു 6 വർഷത്തിന് മേലെയായി ഞങ്ങൾക്ക് തുടങ്ങിയിട്ട്. ഞങ്ങളത് ഇങ്ങനെ വെച്ചോണ്ടിരുന്നിരുന്നു. പലയിടത്തും പോയി, പലയിടത്തും കണ്ടു. അപ്പോഴൊന്നും ഇതെന്താണ് സംഭവം എന്ന് ആരും പറയുന്നില്ല. ഈ റീസർക്കിളിങ്, ബ്ലഡിൻ്റെ റീസർക്കിളിങ് കുറവെന്നാണ് പറയുന്നത്. അതിനൊരു മെരടിയില്ലേ, ആ റെമഡി ഇല്ല. അപ്പം കുറച്ച് ഗുളിക തരും, ആ ഗുളിക കഴിക്കും. ഞാൻ അലോപ്പതിക്കാരെയൊന്നും കുറ്റം പറയല്ല കേട്ടോ. ഗുളിക തരും, ഗുളിക കഴിക്കും, വേദന കുറയും, പിന്നെയും വേദന വരും, വീണ്ടും ഗുളിക കഴിക്കും. പിന്നെ അത് നമ്മളത് നോക്കി കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് ഈ തന്നേക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ്. അപ്പോൾ ഒരു ദിവസം 3-4 പ്രാവശ്യമൊക്കെ ആൻറ്റിബയോട്ടിക് കഴിച്ചുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആൻറ്റിബയോട്ടിക് അങ്ങോട്ട് നിർത്തി. പിന്നെ ആ വേദനയും കാര്യങ്ങളുമായിട്ട് നമ്മളങ്ങോട്ട് പൊരുത്തപ്പെടുക എന്ന് പറയില്ല, നമ്മുടെ ബോഡി തന്നെ മെൻ്റലി ഫിസിക്കലി അതിനോടങ്ങ് യോജിച്ചു. അപ്പോൾ പിന്നെ മുമ്പേ ഞങ്ങൾ 2 പേരും ഇങ്ങനെ കൈ ഒന്ന് പിടിച്ചാൽ നടക്കാറുള്ളത്. അപ്പം പിന്നീട് അത് കൈ ഇടയ്ക്കൊന്ന് വിടുമായിരുന്നു. ഇപ്പം അത് വിടാതായി. അങ്ങനെ അങ്ങ്
ഒന്നിച്ച് നടന്നു പോയിക്കൊണ്ടിരുന്നു. ഒരുപാട് വ്യത്യാസമുണ്ട്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരുപാട് ഞാൻ ആദ്യം വന്ന് കാണുമ്പം ഇദ്ദേഹത്തിന്റെ അടുത്ത് ഞാനും പ്രജിനും കൂടെ വന്ന സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ മറ്റേ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കാലിൽ തൊട്ട് നോക്കി അറിയോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ന്യൂറോപ്പതിയുടെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് നോക്കണമെന്ന്. അങ്ങനെ ഋഷിയെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത്. അപ്പം സാറിന് ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഡോക്ടറെ നമസ്കാരം. ശരിക്കും ഇദ്ദേഹം ആദ്യം വന്നല്ലോ, പലയിടത്തും പോയി, കുറെ സ്ഥലങ്ങളിൽ പോയി, അതുപോലുള്ള ആൾക്കാർ ഇവിടെ എല്ലാം എത്തുന്നത്, വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം അങ്ങനെ. അപ്പൊ എന്താണ് പ്രശ്നം? ഈ സാറ് പറഞ്ഞ പോലെ തന്നെ ന്യൂറോപ്പതി ഐഡന്റിഫൈ ചെയ്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്പ് ന്യൂറോപ്പതികളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒരെണ്ണം പെരിഫറൽ ന്യൂറോപ്പതി, രണ്ടാമത്തെ ഓട്ടോണോമിക് ന്യൂറോപ്പതി. പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകളിലേക്കും കൈകളിലേക്കും തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ പോലുള്ളത് വരും. അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളിലേക്ക് വരുന്നതിനാണ് നമ്മൾ ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഡയബറ്റിക് നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, ഹാർട്ടിലേക്ക് ബാധിക്കുക, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞേക്കുന്ന ഒരു ഓമൽ പേരിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിലും നോൺ ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ട്. ഡയബറ്റിക് വരണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഡയബറ്റിക് ഇല്ലാതെയും ന്യൂറോപ്പതി വരാം. ശരിക്കും പറഞ്ഞാൽ ഒരു ഞരമ്പിൻ്റെ അകത്തുള്ള ഒരു ലെയർ ഉണ്ട്, മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഡീജനറേറ്റഡ് ആയി പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് കാലിലേക്ക് പോകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ മൂവ്മെൻറ്റ് കുറയും. അതായത് നമ്മൾ പ്യൂറായിട്ട് ഇതിനെ ഒരു സർക്കുലേഷൻ ബ്ലോക്കായിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും അവസാനത്തെ ഘട്ടമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് ഒരു ബ്ലോക്കിലേക്ക് ലീഡ് ചെയ്യും. അങ്ങനെയാണ്. സാറിൻ്റെ കണ്ടീഷനിൽ കുറച്ച് ബ്ലോക്കൊക്കെ കാലേ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഷുഗറിന് വേണ്ടിയുള്ള മെഡിസിൻസ് കഴിക്കുക. അതിപ്പോൾ ആയുർവേദം ആയാലും അലോപ്പതി ആയാലും സിദ്ധ ആയാലും ഇഷ്ടംപോലെ സയൻസ് ഉണ്ടല്ലോ. ഇതെല്ലാം മേടിച്ച് കഴിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഓട്ടം. ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഷുഗർ കൺട്രോൾ ചെയ്താൽ ന്യൂറോപ്പതി വരുന്നതിൻ്റെ ടൈം പീരീഡ് മുന്നോട്ടാവും. ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അത് മാത്രമല്ല, ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ 50% വരെ ഓൾമോസ്റ്റ് ഇത് സൈലൻ്റ് ആണ്. നമുക്ക് ഒരു സിംറ്റവും പേഷ്യൻസിനെ കാണിക്കില്ല. അതായത് 50% ഞരമ്പ് ഡാമേജ് ആവുന്നതോടും വരെ സിംറ്റംസ് ഒന്നും കാണിക്കില്ല എന്ന് സാരം. അത് കഴിയുമ്പം വല്ലപ്പോഴും ഒരു തരിപ്പ്, ഒരു പുകച്ചിൽ. 60% ആകുമ്പോഴാണ് കിടപ്പ്. കിടക്കട 90 ഇനി ഓരോ സിംറ്റംസാണ്. അപ്പം നമ്മളിപ്പം സാറിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും ആക്ടിവിറ്റീസ് ഉള്ള ആളാണ്. ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റേ ലൊക്കേഷനിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് ഇടയ്ക്ക് 2 പ്രാവശ്യം മുങ്ങി. അല്ല, ഞാനത് നേരത്തെ ഞാൻ ഡോക്ടറെ ചോദിച്ചതാ. ഡോക്ടറെ, ഈ വരാൻ താമസിക്കുന്ന 2-3 പ്രാവശ്യമായിട്ട് വരാൻ മാറ്റി വെച്ചു. ഞാൻ സന്തോഷിനെ വിളിച്ച് പറഞ്ഞു. അപ്പം മാറ്റി വെച്ചു. അപ്പം അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരാഴ്ചയൊക്കെ മാറിയിരിക്കേണ്ടി വരും. അപ്പം അതില്ല ഡോക്ടർ, 2-3 പ്രാവശ്യം എനിക്കൊന്ന് 1-2 ദിവസം ഒന്ന് പോകേണ്ടി വരും. അതെന്താണെന്നറിയോ? അത് ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിനി കാണാൻ പോകുന്ന ഒരു വൻ സിനിമയുണ്ട്. അതെ ലൂസിഫറിന്റെ 2ാം ഭാഗമായിട്ട് പോകാതിരിക്കാൻ ഒക്കത്തില്ല. നമ്മൾ അല്ലെങ്കിൽ വിട്ടെങ്കിലേ പറ്റുന്നുള്ളൂ. സാറ് വന്ന സമയം ഞങ്ങൾ എറണാകുളത്ത് വെച്ചിട്ടുണ്ട് സാറിനെ കാണുന്നത്, എറണാകുളത്ത് ഒപ്പി വെച്ച്. അപ്പോൾ അന്ന സമയത്ത് കാലില് 2 സ്ഥലത്ത് വെച്ച് ബാക്കിയുള്ളിടത്ത് എല്ലാ സെൻസേഷൻ പോയി. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ആ സ്ഥലത്തേയും കൂടെ സെൻസേഷൻ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ സാറ് വന്ന് സമയം കളയേണ്ട കാര്യമില്ലല്ലോ, കാരണം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ ഹോസ്പിറ്റൽ അനുസരിച്ച് നമുക്കൊരു ഫേക്ക് ക്ലെയിം കൊടുക്കില്ല. മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത സമയത്ത് സാറിൻ്റെ കാലിലേക്ക് എല്ലായിടത്തും സെൻസേഷനായി. എവിടെ തൊട്ടാലും കിട്ടും. കാലിൻ്റെ മൂവ്മെൻറ്റ് ഓക്കെയാണ്, കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഓൾമോസ്റ്റ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. സാറ് പറഞ്ഞ പോലെ ആ നടത്തത്തിന്റെ ഒരു അലൈൻമെന്റ് അതിന് ഞങ്ങള് പയ്യെ ഒരു വടിയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പുറകെ നടക്കും. സാർ മല കയറ്റിയെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ ഒരു അടുത്തൊരു വെല്ലിച്ചമല എന്നൊരു മലയുണ്ട്. ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് വെല്ലിച്ചമല കയറി. ഞങ്ങൾക്കും അത്ഭുതമായിരുന്നു. അയ്യോ, ഭയങ്കര ഒരു മലയാണ്. ഇല്ല, ആ മല കയറുമ്പോഴും ഡോക്ടറിന്റെ കൈ എനിക്ക് ഉണ്ടായിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, അത് അങ്ങനെയാണ് കയറ്റം, കുത്തനെ കിടക്കുക. അപ്പൊ അത് അവിടെ പാറകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ഷേപ്പിലൊന്നും അല്ല. എവിടെ കാല് വെക്കണം അവിടെ കാല് ചിലപ്പോ എങ്ങനെ പോവാം. ആ സ്ഥലത്ത് ഞങ്ങൾ കയറി മോളി ഇരുന്നേ. തുടക്കത്തിൽ ഞാനിത് പറഞ്ഞപ്പോ ആദ്യം വിശ്വസിച്ചില്ല. എന്താ പറയാ, അദ്ദേഹം പറയുന്നത് ഞാനിത് കേട്ട് എല്ലാവരും പറയുന്നുണ്ട് ഇന്നടുത്ത് പോണം അവിടെ എല്ലാം പോയി തീർത്ത് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ഒന്ന് കേട്ടത്. ഇന്നടുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് പോയി നോക്ക്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള നമുക്കറിയാം, ഇപ്പൊ ആദ്യത്തെ വീഡിയോ ആയിട്ട് 95 ലക്ഷം 1 കോടി ആവുന്ന വീഡിയോ. അപ്പൊ അത്രയും പേര് വന്നിട്ടുള്ള റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാ. മാത്രമല്ല, നമ്മുടെ ചാനൽ ഡയൽ കേരള ചെയ്യുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അംഗീകാരവും ഡോക്ടർമാരും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥാപനവും ചെയ്യത്തില്ല. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന്റെ മെയിനായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് നേർക്കാഴ്ചകളാണ്. നമ്മൾ പറയുന്ന എല്ലാം കറക്റ്റാണ്, ഒരു മാറ്റവും വരുത്തത്തില്ല.
അപ്പം അടുത്തടുത്ത ആൾക്കാർ വരുന്നത് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അതെ. അപ്പൊ ഇദ്ദേഹത്തിന് വേറെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു? അതുപോലെ തന്നെ സാറിന് തിരിച്ചറിയാതെ പോയതാണ് കിഡ്നിയിലേക്ക് പ്രോബ്ലം കയറി. ഐ മീൻ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും. ഡയബറ്റിക് നെഫ്രോപ്പതി വന്നു കഴിയുമ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ചിന്തയുണ്ട് ക്രിയാറ്റിൻ ലെവൽ കൂടും. അപ്പോൾ 0.8 മുതൽ 1.4 വരെയൊക്കെയാണ് ക്രിയാറ്റിൻ നോർമൽ. അപ്പോൾ ആൾക്കാരുടെ എല്ലാ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ 1.3 വരെ എത്തിയാലും കുഴപ്പമൊന്നുമില്ല, ബോർഡർ കഴിഞ്ഞില്ലല്ലോ, നോർമലിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. ചില ഡോക്ടർമാർ ഇത് മിസ്ലീഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അതായത് 1.3 കുഴപ്പമില്ല പോട്ടെ എന്ന് പറയും. പക്ഷെ ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ളൊരു സമയത്തുള്ള ഒരു പേഷ്യൻറ്റിന് ഈ കിഡ്നിയിലേക്ക് ക്രിയാറ്റിൻ 1 കഴിഞ്ഞാൽ മുതൽ അത് ഡയബറ്റിക് നെഫ്രോപ്പതി ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. നമ്മളത് തിരിച്ചറിയുന്നില്ല. അപ്പോൾ പേഷ്യൻസിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം 1.3 വരെ ആകും. പക്ഷേ ഇത് മാത്രം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർക്കറിയാം ഇത് 1 കഴിയുമ്പോൾ മുതൽ ഇത് കിഡ്നിക്ക് ഡാമേജ് ആയി തുടങ്ങി. 1 മുകളിലേക്ക് കയറിയാൽ തന്നെ കിഡ്നിക്ക് ഏകദേശം 30 മുതൽ 40% വരെ കിഡ്നി ഡാമേജ് ആയിട്ടുണ്ടാവും. പേഷ്യൻ്റ് അറിയില്ല. അതുപോലെ തന്നെ പല ടെസ്റ്റുകളുണ്ട്. എല്ലാവരും ക്രിയാറ്റിനും യൂറിയയും മാത്രമേ നോക്കുള്ളൂ. GFR എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അത് നോക്കുമ്പോൾ നമുക്ക് കിഡ്നിയിൽ എത്ര ശതമാനം ഫിൽട്രേഷൻ നടക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ അറിയാം നമുക്ക് കിഡ്നിക്ക് എത്ര ശതമാനം ഫങ്ഷൻ ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഇത്രയും പ്രധാനപ്പെട്ട ഇവർ രണ്ടുപേരെയും സ്ഥിരമായ ഹെൽത്തിന്റെ കാര്യം നോക്കിക്കൊണ്ടിരുന്ന ഇവർ പോലും ക്രിയാറ്റിന്റെ കാര്യത്തിൽ നെഗ്ലക്ട് ചെയ്തു. സാറിന് പ്രോട്ടീൻ 3000 ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് മൂത്രത്തിൽ കൂടെ. എത്ര വരേണ്ടത്? 20. വെറും 0. അപ്പുറത്തൊരു 2 കൂടെ കൂടിയെന്നുള്ളൂ. 3500 പ്രോട്ടീൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ എങ്ങനെ എണീറ്റ് നിൽക്കുന്നത്? സാറിന്റെ ശരീരത്തിൽ നിന്നുള്ള പ്രോട്ടീൻ മുഴുവൻ പൊക്കോണ്ടിരിക്കുകയാണ്. അതിപ്പോ 1000 താഴോട്ട് എത്തി. അതുപോലെ തന്നെ മേഡത്തിന്റെ ആയാലും ഇപ്പൊ 400. അത് മാത്രമൊന്നുമല്ല, എല്ലാ കാര്യത്തിലും ഒരു മന വെറുതെ ഓരോന്ന് പറഞ്ഞു രണ്ടുപേരും മേഡത്തിനും അതുപോലെ തന്നെ 3000, 2900, 3000 അടുത്തായിരുന്നു പ്രോട്ടീൻ ലോസ്. മേഡത്തിന് ഇപ്പൊ 350, 400 ആണ്ടായിട്ട് അവസാനം നോക്കിയപ്പോ. സാറിനും അതെ, ഇപ്പൊ 1000 താന്നു. സാറിന്റെ ക്രിയാറ്റിൻ നമ്മളിപ്പം ഏറ്റവും അവസാനം നോക്കുമ്പോൾ 0.9 1.3 ആയിരുന്നു, അത് 1.1 ആയി, 1 ആയി, ഇപ്പം 0.9. GFR എന്ന് പറഞ്ഞേക്കുമ്പോൾ 90% മുകളിലായി. ഇപ്പം കിഡ്നി ബേസിൽ ഇപ്പൊ സാർ കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്ന് തന്നെ നമുക്ക് ഇപ്പം പറയാം. വന്നതില് ഫുള്ളായിട്ട് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ഹാപ്പിയാ ഞാൻ. ഞാൻ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര വർഷം കൊണ്ട് ഞാൻ ഓരോരോ ബൈറ്റ് കൊടുക്കണം. ഞാൻ ആ പരിസരത്തോട്ടേ പോകാറില്ല. കാരണം എന്താ വെച്ചാൽ എന്തിനേയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ശരിയായി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവും, ഇത് കേട്ടോണ്ട് വേറെ ആരെങ്കിലും 10 പേര് വരും. അവസാനം അവരെല്ലാം കൂടെ എന്നെ വെറുതെ മരിച്ചുപോയ അച്ഛനെയൊക്കെ വെറുതെ വിളിപ്പിക്കാൻ ആവശ്യമുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനത് അങ്ങനെ ആർക്കും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രീറ്റ്മെന്റിന് വന്നിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു വീട് തന്നെയല്ലയോ? അതെ 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 സ്വന്തം വീട്ടിൽ നിൽക്കുന്ന അതേപോലെ തന്നെ. അതെ അതെ അതെ. ഇവിടുന്ന് ഇടയ്ക്ക് ഭക്ഷണമൊക്കെ തരാതിരുന്ന നേരെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ, ഡോക്ടറിന് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഒക്കെ കഴിച്ച് പോരാം. ഒരു ദിവസമൊക്കെ അതിനൊരു പെർമിഷൻ ഉണ്ട്. നമുക്ക് അടുത്ത ആളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു? എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് എല്ലാ കാര്യത്തിലും ഒരുമയാണ്, ഇക്കാര്യത്തിലും ഒരുമയാണ്. അതുകൊണ്ട് എന്നുള്ള മിക്ക പ്രശ്നങ്ങളും എനിക്കിടെ. അത് മാത്രമല്ല, എനിക്കൊരു 17 വർഷത്തോളമായി ഷുഗർ ഉണ്ട്. കൂടെ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞ പോലെ ബാക്കി ഡോക്ടർ പറയും. കാലിലും അതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നില്ലയോ? എനിക്കൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്ന് ഡിസ്ലൊക്കേറ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സർജറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലിലൊരു തഴമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തഴമ്പ് യൂറിനറി ഇൻഫെക്ഷൻ വന്നപ്പോൾ നമ്മുടെ കൊറോണ ടൈമിലൊക്കെ അപ്പം അവിടെയും ഇൻഫെക്ഷൻ വന്നു. അത് കയറിയിട്ട് ആരോടും പറഞ്ഞ വിശ്വസിക്കില്ല, ഒരു 4 വർഷമായി ഞാനിത് മുറിവ് വെച്ച്. അതെ, ഷൂട്ടിങ് പോവും, ഇതും ഡ്രസ്സിങ് ഉണ്ട്, കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്, ഉണങ്ങി എന്ന് തന്നെ പറയാം. ഡോക്ടറെ, ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങള് ഇത് അവിടെ പറഞ്ഞ പോലെ തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ ഒരു കപ്പിൾസിന് ഞങ്ങളുടെ കരിയറിൽ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും എങ്ങനെയാണ് ഇതുപോലെ ഒരേ സുഖം. ഇതിപ്പോ മേഡത്തിന്റെ കാലയിലെ മുറിവ് വന്നിട്ട് ഇപ്പൊ 4 വർഷമായിട്ട് ഉണങ്ങിയില്ല എന്ന് പറഞ്ഞാൽ കാലിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. കാരണം കംപ്ലീറ്റ്ലി ഡീജനറേഷൻ വന്നിട്ട് അങ്ങോട്ട് ബ്ലോക്ക് കയറി. കാരണം അങ്ങോട്ട് സർക്കുലേഷൻ വരുന്നില്ല. എന്നാലേ മുറിവ് നമുക്ക് ഉണങ്ങാൻ സഹായിക്കുള്ളൂ. അത് വരുന്നില്ല. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കൊടുത്താലും കാര്യമില്ല. കാരണം മുകളിലത്തെ ബ്ലോക്ക് മാറിയാലേ താഴോട്ട് ഈ ബ്ലഡ് കാപ്പിലറീസിലാണ്. ഇപ്പം നമ്മൾ ഈ ആൻജിയോ ഒക്കെ ചെയ്തിട്ട് മെയിൻ ആർട്ടറീസ് ഓപ്പൺ ചെയ്യും, ഒരു കാര്യമില്ല. കാരണം ബ്ലഡ് കാപ്പിലറീസിലാണ് ബ്ലോക്ക് വരുന്നത്. അത് ഈ മുടിനാര് പോലുള്ള ചെറിയ അതിലൊന്നും നമുക്ക് ചെയ്യാനില്ല. അത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വഴിയാണ്. ഇത് നമ്മൾ പയ്യെ ഇതിൻ്റെ അകത്ത് ഡെപ്പോസിറ്റുകൾ മെൽറ്റ് ചെയ്യിക്കുകയും നടക്കുന്ന കൂട്ടത്തിൽ ഇത് പയ്യെ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുകയും ചെയ്യുന്നത്.
അപ്പൊ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആര് വന്നാലും ഇതിനെയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടോ? ഇപ്പോൾ ഉള്ളത് വെച്ച് ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള മെഷീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് മുഴുവൻ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. നെർവുകൾ മുഴുവൻ ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ക്യാൻ ടെസ്റ്റുകളൊക്കെ ഉണ്ട് നമുക്ക്. അതുപോലെ ഹാർട്ടിലേക്ക് ബാധിച്ചോ ലങ്സിലേക്ക് ബാധിച്ചോ നമുക്ക് ഈ ഓട്ടോണോമിക് ന്യൂറോപ്പതി പല ഏരിയയിലേക്കും വരും. ചുരുക്കം പറഞ്ഞാൽ ഡയബറ്റിക് ഒരു സൈലന്റ് കില്ലറാന്ന് പറയുന്നത് ന്യൂറോപ്പതിയാണ് സൈലന്റ് കില്ലർ. ഇത് മുഴുവൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം അതിനുള്ള മെഷീൻ എല്ലാം ഉണ്ട്, എല്ലാ മെഷീൻസും ഉണ്ട് നമുക്ക്. കാല് കാണുകയും ചെയ്യാം, തീർച്ചയായിട്ടും കാണുകയും ചെയ്യാം. കാണുമ്പോഴാണ് സന്തോഷം നമുക്കത് കുറച്ചുകൂടെ വിശ്വസനീയമാവുന്നത്. മറ്റേതിപ്പോൾ ഒരാൾ പറയുമ്പോൾ നമുക്കിപ്പം അവിടെ സെൻസേഷൻ ഇല്ല ഇവിടെ സെൻസേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അത്രേ വിശ്വാസം വരുള്ളൂ. പക്ഷേ ഇവിടെ ടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ തൊട്ടിട്ട് ഒന്നും അറിയുന്നില്ല, ഇവിടെ തൊടുമ്പോൾ അറിയുന്നുണ്ട്, ഇപ്പുറത്ത് തൊടുമ്പം അത് അതിൽ കൂടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ സെൻസേഷൻ ഉള്ള സ്ഥലത്ത് ആ വൈബ്രേറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര ഓവറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും ഈ മുകളിലത്തുള്ള സിറ്റുവേഷനും താഴത്തുള്ള സിറ്റുവേഷനും എന്താ കുഴപ്പമെന്നുള്ളത്. അപ്പോൾ അതാവുമ്പോഴാണല്ലോ കുറച്ചുകൂടെ നമുക്കും ഒരു ഇതിനെ പറ്റിയിട്ട് എന്താ പറയുക ഒരു ഇതിനെപ്പറ്റി മനസ്സിലാവുകയും ഉള്ളിലെ ശരിയാണ് നമുക്ക് അങ്ങനെയുള്ള അല്ല അങ്ങനെ ഉണ്ടെന്നുള്ളതും പിന്നെ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും നമുക്കത് മാറി വരുന്നുണ്ടെന്ന് തോന്നുന്ന ഒരു ഇതുകൊണ്ടല്ലോ. ഇപ്പോൾ ഒരു രോഗിയുടെ അടുത്താണെങ്കിലും ഒന്ന് ചിരിച്ചുകൊണ്ട് കാര്യം പറയാമെന്ന് പറയില്ലേ, അതായത് ഈ നിങ്ങൾ നാളെ രാവിലെ 10 മണിക്ക് മരിച്ചു പോകും കേട്ടോ, അതിനു മുമ്പ് ഈ മരുന്ന് കഴിച്ച് തീർത്തോ എന്ന് പറയുന്നതും നാളെ രാവിലെ പോവുമെങ്കിൽ പോലും അതിനൊരു സമാധാനമായി പറയുന്നതിന് ഒരു മെത്തേഡ് ഉണ്ടല്ലോ. ആ മെത്തേഡ് ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നാളെ മരിച്ചു പോകുന്നുള്ളവരെ ഇവിടെ എടുക്കുമെന്ന് അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വളരെ സീരിയസ് ആയിട്ടാണ് അത്. വലിയ ഡോക്ടർ അങ്ങനെ തന്നെ ചിരിച്ചോണ്ടേ പറയുള്ളൂ, അല്ലാതെ വലിയ സംഭവമാണെങ്കിൽ അത് അങ്ങനെ ഉണ്ടെന്ന് തന്നെ പറയും ഡോക്ടർ, പക്ഷെ അത് ചിരിച്ചോണ്ടേ പറയുള്ളൂ. അപ്പം അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഒപ്പം അവരുടെ ട്രീറ്റ്മെൻറ്റ് നമുക്കത് ഫലിക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ അവരുടെ ടെസ്റ്റ് ചെയ്ത് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ റിപ്പോർട്ടും രണ്ടാമത്തെ റിപ്പോർട്ടും തന്നെ കാണുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ. ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇത്രത്തോളം ഒരു മാറ്റം വരിക എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്കാണ്. ഞാനും പ്രജിനും അവിടെ വന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് ആദ്യം ഒരു വിശ്വാസക്കുറവ്, പിന്നെ വിശ്വാസമായി. പക്ഷെ ഇത്രയും റെഡി ആയപ്പം നമുക്ക് നമ്മുടെ ചാനലിനും നമ്മുടെ ഡയൽ കേരളയ്ക്കും വലിയൊരു സന്തോഷം. ഇതേപോലെ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കിട്ടും. കൂടെ നമുക്ക് റിയാസിനൂടെ കൊടുക്കണം. ഇവരുടെ പ്രോഗ്രാംസ് കാണുമ്പം ഉള്ള കാര്യം സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇത് ഇന്നാളെ ഞാൻ ഒരെണ്ണം കണ്ടു, ഇത് വന്നാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവറിന്റെ സംഭവങ്ങൾ മാറും. അപ്പം ഇത് ഷുഗർ വരുമെന്ന് പറഞ്ഞ് ഷുഗർ എന്നാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും ചെയ്യാവുള്ളൂ എന്ന് കയറിയൊരു പറച്ചിൽ പറഞ്ഞേ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളെ കാണാറുള്ളത്. കാരണം ഈ ഒരാളെ 100% സൂചിപ്പിച്ചിട്ടൊരു പ്രോഗ്രാം ചെയ്യലല്ല, അതിനകത്തൊരു സത്യസന്ധതയുണ്ട്. അത് പിന്നെ റിയാസോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞ ഋഷി ഹോസ്പിറ്റലിൽ ഇങ്ങനെ സന്തോഷം പറഞ്ഞു ഇങ്ങനെ ഋഷി ഹോസ്പിറ്റലുണ്ട് അവിടെ ഒന്ന് പോകണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു ഇതേ റിയാസിക്ക പറഞ്ഞതും ഇതേ സ്ഥലമാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നാ ഒന്ന് പോവാം, എന്നിട്ടാണ് സന്തോഷത്തെ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ വിളിക്കുന്നത് തന്നെ. മേഡത്തിനും സാറ് പറയുന്ന പോലെ തന്നെ ന്യൂറോപ്പതിയാണ്, പെരിഫറൽ ന്യൂറോപ്പതി, ഓട്ടോണോമിക് ന്യൂറോപ്പതി ഉണ്ട്. നമുക്ക് ചെറിയ രീതിയിൽ കിഡ്നിയിലേക്ക് വരും. അതുപോലെ തന്നെ മേഡത്തിന് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരുന്നത് യൂറിനറി ഇൻഫെക്ഷൻ വരും. ഈ ഓട്ടോണോമിക് ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ട് യൂട്രസിലേക്കും ബ്ലാഡറിലേക്കും ബാധിച്ചു കഴിയുമ്പോൾ കാണിക്കുന്ന ഒരു സിംറ്റമാണ്. അതിന് നമ്മൾ എത്ര വെള്ളം കുടിച്ചിട്ടും കാര്യമില്ല. ഈ വെള്ളം കുടിച്ചോണ്ടിരിക്കാൻ പറയും ചില ഡോക്ടർമാർ. ബാർലി വെള്ളം കുടിക്കുക, അതുപോലെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടിച്ചാലത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങാവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കുക അല്ലേ ഡോക്ടറെ? എക്സാക്ട്ലി അങ്ങനെ ഒരു വലിയൊരു മിസ്ലീഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നാരങ്ങത്തിന് അത് ഉപ്പിട്ട് കുടിക്കാം. പേഷ്യന്റിന് ഇഷ്ടമാണ്, പേഷ്യന്റ് ഇത് കുടിക്കും. ഇത് മുഴുവൻ ഒന്നാമത് നിങ്ങളുടെ കിഡ്നി വീക്കാ, ന്യൂറോപ്പതി വന്നേക്കുക. കൂടെ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കൂടെ കുടിക്കുമ്പോൾ കിഡ്നി കൂടുതൽ വീക്കായിക്കൊണ്ടേയിരിക്കുക. ഇത് വീക്കായി ഏറ്റവും അവസാനം ഹെവി പ്രോട്ടീൻ ഒക്കെ പോയി നല്ല പരുവാവും. അല്ല ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മധുരം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കുക, ഉപ്പിട്ട നാരങ്ങ വെള്ളം കൈക്കരുതുക. ഇതൊക്കെ ഇവിടെ വന്ന് ഇപ്പോൾ ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പിട്ട മിണ്ടരുതെന്ന് പറഞ്ഞു, ഉപ്പിട്ട നാരങ്ങ വെള്ളത്തിനെ പറ്റിയിട്ട്. അല്ല മെയിനായിട്ട് ഡോക്ടർ ഇതിനകത്തെ ശരിക്കും രോഗം മാറുക എന്ന് മാത്രമല്ല, നമ്മൾ അവരോട് എന്താണ് ഏത് രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നതെന്നും കൂടെ നോക്കണം. തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. ഇപ്പം ഇവരെ രണ്ടുപേരെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടുപേർക്കും കിഡ്നിയിൽ ഡയബറ്റിക് നെഫ്രോപ്പതി ബാധിച്ചു. കാരണം ഇവരെ ട്രീറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏറ്റവും വലിയൊരു പ്രശ്നം അറിയോ, ഏറ്റവും വലിയ സങ്കടമുള്ളൊരു കാര്യം അറിയോ, ഇവർക്ക് കിട്ടിയില്ല. അപ്പൊ സാധാരണക്കാർക്ക് എങ്ങനെ കിട്ടും? ഇത്രയും വർഷമായിട്ട് VIP പേഷ്യൻസ് ആയ ഇവരെ അവര്
യഥാക്രമം അവർ ഡയഗ്നോസ് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മളെന്നല്ല മറ്റുള്ളവർ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, മേഡം സ്ഥിരമായ വെള്ളം കുടിക്കുന്ന ആളാണ്. വെള്ളം കുടിക്കുന്നതനുസരിച്ച് കിഡ്നി ഡാമേജ് ആയിക്കൊണ്ടേ ഇരിക്കുക. പക്ഷെ മേഡം അത് നോക്കുന്നില്ല. നോക്കാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ. മേഡത്തിന് 3000 മുകളിൽ പ്രോട്ടീൻ പോയിക്കൊണ്ടിരുന്ന 20 പ്രോട്ടീൻ പോകേണ്ടടുത്ത് 3000 പ്രോട്ടീൻ പോകാന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെ ഒരു പേഷ്യൻ്റ് എണീറ്റ് നിൽക്കും? ഭയങ്കര ഹെവി ലോസാണ് പ്രോട്ടീൻ. അതുപോലെ ശരീരം മുഴുവൻ നീര് കയറുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി. അപ്പം ഞാൻ ആദ്യം തന്നെ മേഡത്തിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു 1.5 ലിറ്റർ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചുരുക്കാം. മേഡത്തിന്റെ മുഖം അന്ന് പോയ പോക്ക് ഒരിക്കലും നടക്കൂല. പറ്റില്ല അത്. പക്ഷെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോ ഇപ്പൊ എത്ര കുടിക്കുന്നുള്ളു വെള്ളം. ഇതുവരെ യൂറിൻ ഇൻഫെക്ഷൻ വന്നില്ല. എന്തുകൊണ്ടാ വരായിരുന്നത്? കാരണം അത് ഓട്ടോണോമിക് ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ടാണ് വന്നോണ്ടിരുന്നത്. അതിനുള്ള മെഡിസിൻ ഞങ്ങൾ കൊടുത്തു. അപ്പോൾ ആ ഭാഗം കൊണ്ട് ന്യൂറോപ്പതി ക്ലിയർ ആയി. അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഇല്ല. അതുപോലെ തന്നെ കാലിന്റെ തരിപ്പ് മരവിപ്പ് പുകച്ചിലൊക്കെ മാറി നടക്കാം എന്നുള്ളതായി. ഡോക്ടറെ ഇപ്പൊ നന്നായിട്ട് നടക്കുമോ? നല്ലപോലെ നടക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടെ നിരപ്പുള്ള സ്ഥലമാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ നടന്നു വരുന്നില്ലേ, ഇപ്പം ഞാനിവിടെ നടന്നു വരിക പറയുമ്പോഴത്തേക്ക് ഹലോ അതിപ്പം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് 2 സ്ഥലത്ത് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയല്ലേ നടക്കുള്ളായിരുന്നു. ഇപ്പം ഞാൻ വളരെ കൂളായിട്ട് നടന്നു വരുന്നുണ്ട്. അവിടെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, പുറത്തേക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് തിരിയാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഋഷി പറഞ്ഞ വാക്ക്. അതെ, നടത്തും എന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും. ഈ കയറ്റം ഇല്ലേ, ഈ കയറ്റം ഞാൻ കയറി പോയിട്ടുണ്ട്. കയറി നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് നടന്നങ്ങനെ പോകും. ഞാൻ കുറച്ച് സ്പീഡിൽ കയറി പോവേ, അത് വേണ്ടത്. അതെ അതെ അതെ, നല്ലൊരു കയറ്റമായത്. ഞാൻ പതുക്കെ ഇങ്ങനെ അങ്ങ് കയറും. ആ ഒരു സമാധാനവും സ്വസ്ഥതയും എല്ലാം കൂടെ ഉണ്ടായതുകൊണ്ട് അങ്ങ് കയറിപ്പോവും. ചില സമയത്തൊക്കെ വരുമ്പോഴേ ഉള്ളൂ ചിലപ്പോൾ ഒരു പേടി വരുന്നത്. അപ്പൊ കൈയും കാലും ഒന്ന് പൊക്കിപ്പോവും. കണ്ടോ, ഇത്രയും ഉള്ള ഒരു സ്ഥലമാണ്, നല്ല ചരിവായിട്ടുള്ള സ്ഥലമാണ്. ഒരു കുഴപ്പമില്ലാതെ നടന്നു കയറി വന്നത്. അത് ഈ മുട്ടിന്റെ ഒരു പിടുത്തവും പിന്നെ പ്രായത്തിന്റെ കുറച്ച് കാര്യങ്ങൾ സാറേ, ഋഷിയെ കുറിച്ച് പറയാനേ 200 വർഷത്തെ പാരമ്പര്യമാണ് അവർക്കുള്ളത്. അപ്പൊ ആ പാരമ്പര്യത്തെ അന്ന് തൊട്ട് ഇങ്ങോട്ട് നിലനിർത്തി വന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടെക്നോളജി എന്താണോ അതുവരെ അവര് എടുത്തു കഴിഞ്ഞു. അപ്പൊ അവർക്ക് കാലത്തിനനുസരിച്ച് കറക്റ്റായിട്ട് മാറ്റം ഉണ്ടാവുന്നുണ്ട്. ആ മാറ്റത്തിന്റെ വിജയമാണ് സാർ ഇപ്പം ഈ പറഞ്ഞ ഇത്രയും പ്രശ്നമായിട്ട് ഇവിടെ വന്നിട്ട് ഇത്രയും നല്ല രീതിയിലോട്ട് മാറിയത്. ഞാനേ ഒരു കാര്യം സത്യസന്ധമായി പറയും, ഈ എക്യുപ്മെന്റ്സ് മാറിയിട്ടുണ്ട്, പക്ഷേ മരുന്ന് അന്ന കാലത്തുള്ള ശുദ്ധമായ മരുന്ന് തന്നെ. അതാണ് ഇതിന്റെ വിജയം, അല്ലേ ഡോക്ടറിന്റെ അഭിപ്രായം? ഇവിടെ ഇപ്പം തട്ടിക്കൂട്ടുന്ന മരുന്നുകളില്ല. ചോറൊക്കെ അതെ, നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഷുഗർ ഉള്ളവർ ചോറ് കഴിച്ചാൽ കുഴപ്പമാണ്, ഈ പൊടിയരിക്കഞ്ഞി കഴിച്ചാൽ കുഴപ്പമാണ്, ഉരുളക്കിഴങ്ങ് അത് കഴിക്കാൻ പാടില്ല. ഇവിടെ എല്ലാം കഴിക്കാം. ഇതൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള മരുന്നും ആ ഒരു ബാക്കി കാര്യങ്ങൾ കറക്റ്റ്. അതായത് അവരുടെ മെഡിസിനെ പറ്റിയിട്ടും അവരുടെ ട്രീറ്റ്മെന്റ് രീതിയെ പറ്റിയിട്ടും അവർ 101% അല്ല 101% കോൺഫിഡന്റ് ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മരുന്ന് ഇവര് തന്നെ ഉണ്ടാക്കുന്നത്. അതെ, അപ്പൊ വെളിയിൽ നിന്നുള്ളൊരു സാധനം ഇല്ല ഇവിടെ. അതെ, ഞാൻ പിന്നെ കൂടുതൽ അടുത്ത് നിർത്തി പൊക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഈ മാത്രമല്ല സന്തോഷം, അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമില്ല, നമ്മുടെ തോളിൽ ഇങ്ങനെ തട്ടാൻ ഒരാളുണ്ടെങ്കിലേ നമുക്കതൊരു ധൈര്യമാണ്. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഈ സാമ്പത്തികമായിട്ട് സഹായിക്കുക അല്ലെങ്കിൽ വേറൊരു രീതി സഹായിക്കുകയല്ല, നമുക്കൊരു വീഴ്ച വരുമ്പോൾ ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു താങ്ങുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു താങ്ങാണ്. അത് നല്ലോണം ഉണ്ട്. അത് ഇവിടെയും കൈ കൊടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ അതെ അതെ അതെ, മാത്രമല്ല ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ആക്കും. പ്രജിന് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എന്റെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടപ്പോഴേ, ഈ ക്യാമറയ്ക്കകത്തോട് നോക്കുന്ന പ്രജിനാണല്ലോ കൂടുതൽ, അപ്പൊ അതുകൊണ്ട് എക്സ്പ്രഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഇല്ല സാറേ വിശ്വസിക്കാവുന്ന സാറൊന്ന് പോകണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്താണ്. അപ്പൊ അങ്ങനെയുണ്ട്. ഡോക്ടർ, ഇവിടെ വരുന്ന ആൾക്കാർക്ക് ശരിക്കും ഫുഡ് കൺട്രോൾ ചെയ്തിട്ടാണോ ഈ അസുഖം കുറയ്ക്കുന്നത്? ഇവിടെ നമ്മൾ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും വെച്ചിട്ടില്ല സന്തോഷേട്ടാ. 3 നേരവും വയറ് നിറച്ച അരിയാഹാരം തന്നെയാണ് ന്യൂറോപ്പതി പേഷ്യൻസിന് കൊടുക്കുന്നത്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അപ്പം, ഇടിയപ്പം, പുട്ട്, ദോശ, ഇഡ്ഡലി, അങ്ങനെ ഉച്ചയ്ക്കാണെങ്കിൽ ചോറ് തന്നെ, കുത്തിരി ചോറ് തന്നെ കൊടുക്കുന്നത്. വൈകുന്നേരം പൊടിയരി കഞ്ഞി, അങ്ങനെ അരിയാഹാരങ്ങൾ തന്നെയാണ് ന്യൂറോപ്പതി പേഷ്യൻസിന് നമ്മളിവിടെ കൊടുക്കാറ്. ഡോക്ടർ, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഷുഗറും ന്യൂറോപ്പതി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ന്യൂറോപ്പതി
ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക് ഒരു സൈലന്റ് കില്ലറാന്നല്ലേ പറയുന്നത്. ഡയബറ്റിക് അല്ല സൈലന്റ് കില്ലർ. ഡയബറ്റിക്കിന്റെ അനുബന്ധ രോഗമായ ന്യൂറോപ്പതിയാണ് സൈലന്റ് കില്ലർ. ശരിക്കും പറഞ്ഞാൽ ന്യൂറോപ്പതി 4 തിരിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് 2 നമ്മളതിനെ കണക്കൂട്ടുന്നത്. ഒരെണ്ണം പെരിഫറൽ ന്യൂറോപ്പതി, രണ്ടാമത്തെ ഓട്ടോണോമിക് ന്യൂറോപ്പതി. ഈ പെരിഫറൽ ന്യൂറോപ്പതിയാണ് പേഷ്യൻസിന്റെ കാലിൽ തരിപ്പ്, മരവിപ്പ്, പുകച്ചില്, തൊട്ട അറിയത്തില്ലാതെ വരിക, ചെരുപ്പ് ഊരിപ്പോവുക, കാലെ മുറിവ് വന്നാൽ ഉണങ്ങാതെ വരിക. ഇതൊക്കെയാണ് പെരിഫറൽ ന്യൂറോപ്പതി. ഓട്ടോണോമിക് ന്യൂറോപ്പതി കുറച്ച് ഇതിനേക്കാളും ഡേഞ്ചറാണ്. ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആണുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഉദ്ധാരണം കുറഞ്ഞു പോകും, പ്രോസ്റ്റേറ്റിന് എൻലാർജ്മെന്റ് വരും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ ലിവറിലേക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും, കിഡ്നിയിലേക്ക് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവും. അത്യാവശ്യം മെയിനായിട്ട് നമ്മളെല്ലാവർക്കും ഈ അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഇത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം, അല്ലയോ? അതെ, അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നില്ല ആരും ചെയ്യുന്നില്ല. പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവര് ഈ ഷുഗറിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കത്തേ ഉള്ളൂ. ഈ ഷുഗറിന്റെ ഇപ്പം നമ്മള് ചില ഏതെങ്കിലും ഓരോ ഹോസ്പിറ്റലിൽ ചെന്നു, കാലിന് തരിപ്പും പുകച്ചിലുണ്ടെന്ന് പറയും, ഇത് ഷുഗറിന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ, അത് കാര്യമാക്കാണ്ടല്ല പോട്ടെ, ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല. ചില സയൻസുകളിൽ ഇതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് പേഷ്യന്റിന് അവയർനെസ് കൊടുക്കില്ല ഇവര്. ഇത് ന്യൂറോപ്പതിയാണ്, അല്ല ഇത് ഓട്ടോണോമിക് ന്യൂറോപ്പതി വന്നു, കണ്ണിന് റെറ്റിനോപ്പതി വന്നു, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, ബ്രെയിനിൽ ഓർക്കക്കുറവ് വന്നു. ഇപ്പം ഇതാണ് ഏറ്റവും വലിയ ഋഷിയുടെ പ്രത്യേകത. 200 വർഷത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇവരുടെ എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസിലാണ് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുകയും ഇത് ഈ പറഞ്ഞ വരുന്ന രോഗികൾക്ക് ഇത്രയും റിസൾട്ട് കൊടുക്കാനും പറ്റുന്നത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഈ ന്യൂറോപ്പതി കൃത്യമായിട്ട് പുതിയ മെഷീനറീസ് ഉപയോഗിച്ചിട്ട് അവരുടെ ന്യൂസിന്റെ ഹെൽത്ത് ആന്തരിക അവയവങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഈവൻ സൈലന്റ് അറ്റാക്ക് വരുന്നുണ്ടോ എന്ന് വരെ നമുക്ക് ഇത് അറിയാൻ പറ്റും. ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഏറ്റവും പുതിയ ടൈപ്പ് മെഷീൻ വരെ നമുക്കുണ്ട്. ഏറ്റവും പുതിയ ടൈപ്പ് മെഷീൻസ് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, ഇത് ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്താൽ ഇപ്പൊ അഡ്മിറ്റ് ആക്കി ചെയ്യുന്ന പേഷ്യൻസിനാണ് 10 ദിവസം കഴിയുമ്പോൾ ഇത് റീചെക്ക് ചെയ്യും, എത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് വന്നു മനസ്സിലാക്കാൻ. OP-ലാണെങ്കിൽ എല്ലാ മാസവും എല്ലാ മാസവും ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പേഷ്യന്റ് ഒരു മാസം ഉപയോഗിച്ചപ്പോൾ എന്റെ കാലിന് ഇത്രമാത്രം സെൻസേഷൻ കൂടുതൽ കിട്ടി, എന്റെ കാലിന് സർക്കുലേഷൻ കൂടിയിട്ടുണ്ട് എന്നറിയാം. അല്ലാതെ ഒരു വർഷം കഴിഞ്ഞിട്ട് അസുഖം മാറിയിട്ടോ എന്ന് പറയുന്ന പരിപാടി നമുക്കില്ല. മുഴുവൻ റെക്കോർഡിക്കിൾസിലാണ് നമ്മളിവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇതെല്ലാം ന്യൂറോപ്പതി ഐഡന്റിഫൈ ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സാധാരണ നമ്മുടെ ന്യൂറോപ്പതി ചെറിയ ഫൈബേഴ്സിലേക്ക് ബാധിക്കും. ഈ ചെറിയ ഫൈബേഴ്സിലേക്ക് ബാധിച്ചു കഴിയുമ്പോഴേക്ക് നമ്മുടെ കാലയിലേക്ക് ചൂടും തണുപ്പും അറിയാകും. അപ്പൊ ഇത് നമ്മൾ ചൂടും തണുപ്പും ഇവർക്ക് കൊടുത്തിട്ട് എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വലിയ ഫൈബേഴ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കും. ഇത് ഈ BPT എന്ന് പറയും. ഈ മെഷീൻസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും പേഷ്യന്റിന്റെ കാലിലേക്ക് സെൻസേഷൻ പോയി തുടങ്ങിയോ. അപ്പൊ അത് സെക്കൻഡ് സ്റ്റേജിലേക്ക് ആയി. തേർഡ് സ്റ്റേജിലേക്ക് നമ്മൾ നോക്കുന്നതാണ് ബ്ലഡ് കാപ്പിലറീസ്. ഡോപ്ലർ പോലുള്ള മെഷീൻസ് ഉണ്ട് നമ്മുടെ. ഡോപ്ലർ വെച്ചിട്ട് നോക്കും കാലിലേക്കുള്ള ബ്ലഡ് കാപ്പിലറീസ് ഓക്കെ ആണോ അതോ ബ്ലോക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. 5ാമത്തെ ഗ്രേഡിങ്സിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ മെയിൻ ആർട്ടറിയിൽ വല്ല ബ്ലോക്കും വന്നിട്ടുണ്ടോ അടുത്ത ഡോപ്ലർ ചെയ്ത് നോക്കും. ഏറ്റവും അവസാനമാണ് നമ്മൾ ഈ മെഷീൻ, ക്യാൻടസ് എന്ന് പറയും. ഈ സാധനം ഇതുപോലെ തന്നെ പേഷ്യൻസിന് എല്ലാം കാലിലേക്കും കയ്യിലേക്കും എല്ലാം കൊടുത്തിട്ട് ഹാർട്ടിലേക്ക് ECGയും ഒക്കെ ഇതിൻ്റെ അകത്ത് വരും. ഹാർട്ടിലേക്ക് ഓട്ടോണോമിക് ന്യൂറോപ്പതി ബാധിച്ചിട്ടുണ്ടോ, ഇവർക്ക് ഭാവി സൈലന്റ് അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ മുൻകൂട്ടി അറിയാൻ പറ്റും. എല്ലാം മുൻകൂട്ടി. ഇപ്പൊ എക്സ്റേ ECGയിലോ എക്കോയിലോ ഒന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല ഈ സൈലന്റ് അറ്റാക്ക്. പക്ഷെ ഇതില് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും ഇവർക്ക് ഹാർട്ടിന് ന്യൂറോപ്പതി ബാധിച്ചോ, അതുപോലെ തന്നെ ലങ്സിലേക്ക് ന്യൂറോപ്പതി ബാധിച്ചോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ മരുന്ന് കൊടുക്കാൻ തുടങ്ങത്തുള്ളൂ. ഇത്ര ഡീറ്റെയിൽ ചെയ്ത് ഇപ്പൊ നമ്മൾ IP-ലേക്ക് അഡ്മിറ്റ് ആക്കി ചെയ്യാൻ പോകുന്ന പേഷ്യൻസിനാണ് ഇത് മുഴുവൻ നമ്മൾ ചെയ്യും. എന്നിട്ട് മാത്രമാണ് നമ്മൾ 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് ഇതിൽ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. OP-ലുള്ള പേഷ്യന്റ് ആണെങ്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പേഷ്യന്റ് പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ. ബേസിക് ടെസ്റ്റുകളെല്ലാം നമ്മൾ ചെയ്യും. എത്ര ശതമാനം നെർവ്സിലേക്ക് ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മാത്രം നമ്മൾ നോക്കും. ബാക്കി എല്ലാ മാസവും നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കും, എത്ര ശതമാനം ഇവർക്ക് കുറഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പെയിൻ കില്ലർ കൊടുത്തിട്ട് അവരുടെ വേദന മാറ്റിയെന്ന് ഇവർ പറയരുതല്ലോ. അപ്പൊ നെർവിന് ഡെവലപ്മെന്റ് വന്ന മെഷീനിൽ കാണിക്കും. അതിന് നമ്മൾ എല്ലാ മാസവും നമ്മൾ വീഡിയോ എല്ലാം കണ്ടു. വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ കഴിഞ്ഞ് 10,000-ൽ കൂടുതൽ ആൾക്കാർക്ക് വന്ന റിസൾട്ടാണ് ഇവിടെ. ശരിക്കും സായികുമാർ സാറിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ആൾക്കാർ ഇവിടെ വരേണ്ടത്, മാത്രമല്ല എവിടെയൊക്കെ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ? ഇപ്പൊ നമുക്ക് കേരളത്തില് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള എല്ലാ ജില്ലകളിലും നമ്മുടെ ഹോസ്പിറ്റൽസുകളുണ്ട്. തിരുവനന്തപുരം, കൊട്ടാരക്കര, പത്തനംതിട്ട, ഹരിപ്പാട്, ഈരാട്ടുപേട്ട, എറണാകുളം, ആലുവ, തൃശ്ശൂർ, പിന്നെ കോഴിക്കോട്, മലപ്പുറം. അതിൽ അഡ്മിറ്റ് ആക്കി ചെയ്യുന്നത് മലപ്പുറത്തും ഈരാട്ടുപേട്ടയിലുമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട്. ഈരാട്ടുപേട്ടയിലല്ല, പൂഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അഡ്മിറ്റ് ആക്കുന്നത്. ഈരാട്ടുപേട്ടയിലാണ് OP. കേരളത്തിലല്ലാതെ വേറെ എവിടെയൊക്കെയുണ്ട്? കേരളത്തിന് വെളിയിൽ നമുക്ക് US-ലെ ടെക്സസിൽ ബ്രാഞ്ച് ഉണ്ട്, അതേപോലെ ഇന്തോനേഷ്യയിലെ ബാലിയിൽ. പിന്നെ ഇപ്പം റീസെന്റ് നമ്മൾ ബഹറിനിലും കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോയിന്റ്മെന്റ് ബേസിസിൽ. വീഡിയോയിൽ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്, വിളിച്ചിട്ട് നേരെ പോരുന്നാൽ മതി.